നമസ്കാരം, ഞാൻ ഷീജ നെടിയാക്കൾ. ഞാൻ ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് മുട്ടക്കറിയാണ്. ഒരു പ്രത്യേക രീതി കൂടിയാണ് ഞാൻ മുട്ടക്കറി തയ്യാറാക്കുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണണം. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം നമുക്ക് കൊച്ചൊരു പാത്രത്തിലോട്ട് നമുക്ക് മുട്ടയിടാം, ശകലം ഉപ്പിടാം. എന്നിട്ട് നമുക്ക് സ്റ്റവ് ഒന്ന് കത്തിക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എന്ന് പറയുന്നത് അതിൻ്റെ മഞ്ഞക്കറി ഒരു സൈഡിൽ തന്നെ ഇങ്ങനെ കിടക്കുവാണെങ്കിൽ മഞ്ഞക്കറി എന്ത് ചെയ്യും, അത് വെന്ത് വരുമ്പോൾ നമുക്ക് ഒരു സൈഡിലോട്ട് വരും. നമുക്കൊന്ന് ഇടയ്ക്ക് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇളക്കി ഇട്ട് കൊടുത്താൽ ആ മഞ്ഞക്കുരി നടുക്ക് തന്നെ നിൽക്കും. ഉപ്പിടുന്നതിൻ്റെ വേറൊരു പ്രത്യേകതകളുണ്ട്. നമ്മുടെ അതിൻ്റെ തോട് ഇളക്കിയെടുക്കാനും പൊടിയാതെ ഇളക്കിയെടുക്കാനും നമുക്ക് പറ്റും. എന്നിട്ടുണ്ട് നമുക്കിത് വാങ്ങി വെക്കാം. മുട്ട വെന്ത് നമ്മളത് ചൂടുവെള്ളം മാറ്റി ഇത് തണുത്ത വെള്ളത്തിലോട്ട് കിടപ്പുണ്ടുണ്ട്. തണുത്ത വെള്ളത്തിൽ നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യാം. നമുക്കൊരു കടായി പോലൊരു പാത്രം എടുക്കാം. അതൊന്ന് ചൂടായിട്ട് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ വേണം കേട്ടോ. 2 സ്പൂണ് എന്ന് പറഞ്ഞാൽ ടേബിൾ സ്പൂൺ, വലിയ സ്പൂൺ 2 സ്പൂൺ. വേണ്ടുന്ന ചേരുവകൾ എന്ന് പറയുന്നത് സവാള. ഞാൻ 2 വലിയ സവാളയാണ് എടുത്തേക്കുന്നത്. അത് ഇങ്ങനെ കുഞ്ഞായിട്ട് ചീകി എടുത്തേക്കുന്നതാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, അത് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അത് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വലിയൊരു തക്കാളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ 2 കരിയാപ്പില, 2 പച്ചമുളക് ഞാൻ കീറി എടുത്തേക്കുവാണ്. ചിലരാണെങ്കിൽ കൊച്ചായിട്ട് അരിഞ്ഞെടുക്കും, പക്ഷെ ഞാനത് കീറിയാണ് എടുത്തേക്കുന്നത്. നമുക്കിനി കടുക് ഇടാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കടുക് ഇടാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നല്ല കടുക് നന്നായിട്ട് പൊട്ടണം. അങ്ങനെ കടുക് പൊട്ടി തീർന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സൈസ് സവാള നമുക്ക് ഇടാം. നമുക്കൊന്ന് ഇളക്കാം. ഈ സവാള ചെറുതായിട്ട് ഒരുപാട് ചെറിയൊരു ബ്രൗൺ കളർ വരെ വന്നാൽ മതി. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, ലൈറ്റായിട്ടൊരു ബ്രൗൺ കളർ വന്നാൽ മതി. അതുപോലെ ഫ്ലെയിം ആണെങ്കിൽ നമ്മൾ ഫുള്ളി വെക്കണം. ഫുള്ളി വെച്ചെങ്കിൽ മാത്രമേ ഇത് പെട്ടെന്നൊന്ന് വാടി കിട്ടത്തുള്ളൂ. നമുക്കതിനകത്തോട്ട് അല്പം ഉപ്പിടാം. ഉപ്പിടുമ്പം ഇത് സവാള പെട്ടെന്ന് വാടി കിട്ടും നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കഷ്ണത്തിലൊക്കെ ഒരു ഉപ്പ് പിടിക്കുന്നൊരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണ്. ഇപ്പം മഞ്ഞപ്പൊടി ഇടാം. ഉള്ളി ചെറിയൊരു ബ്രൗൺ കളർ പോലെ വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഈ പച്ചമുളക് അങ്ങിടാം. അതിനകത്തോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങിടാം. അതിൻ്റെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചച്ചവ മാതളം വരെ ഇളക്കി കൊടുക്കാം. നമുക്ക് അതിനകത്തോട്ട് ഈ തക്കാളി അങ്ങോട്ടിടാം. അതൊന്ന് വഴണ്ട് വരണം. തക്കാളിയും കൂടെ കിടന്ന് വേണം, എല്ലാം കിടന്നൊന്ന് വഴണ്ട് വരണം. അതിനുശേഷം വേണം നമുക്ക് മസാല ഇട്ട് കൊടുക്കാൻ. അല്പം കരിയാപ്പില ഇടാം. ഇങ്ങനെ ഇളക്കി കൊട്ടുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അടിയിൽ അടിക്ക് പിടിക്കും. തക്കാളി ഒന്ന് വഴണ്ട് ഇതായിട്ടൊന്ന് മിക്സ് ആവണം. ഇങ്ങനത്തെ ഉള്ളിയും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണം. അന്നേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വേണം നമ്മൾക്ക് മസാല എല്ലാം കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതെല്ലാം നല്ല വഴണ്ടിട്ട് നല്ല മിക്സ് ആയിട്ടുണ്ട്. തക്കാളിയെല്ലാം നല്ല മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ആദ്യം ഇച്ചിരി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇടണ്ട. ഒരുപാട് മഞ്ഞൾപ്പൊടി ഇട്ടാൽ ഒരു കയർപ്പ് വരും.
അതിനകത്ത് നമുക്ക് 1.5 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. അതിനകത്തോട്ട് നമുക്ക് 1/2 സ്പൂണ് മുളക് പൊടി ചേർക്കാം. നമുക്ക് എരിവ് തോനെയും വേണ്ടാത്തതുകൊണ്ട് 1/2 സ്പൂണ് മുളക് പൊടി നമ്മൾ ചേർക്കുന്നുള്ളൂ. അതിനകത്തോട്ട് നമുക്ക് 1/2 സ്പൂണ് ചിക്കൻ മസാലപ്പൊടി ചേർക്കാം. നമുക്ക് ഗരം മസാലപ്പൊടി ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കണം. എല്ലാം നന്നായിട്ടൊന്ന് പൊടി ഒന്ന് മൂക്കണം. നന്നായിട്ട് മിക്സ് ആക്കണം. ചിലരാണെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർക്കും. 1/2 സ്പൂൺ ചേർത്താലും കുഴപ്പമില്ല. പക്ഷേ എരിവ് കൂടുതലായിരിക്കും. ഞാൻ പക്ഷെ അത് ചേർത്തിട്ടില്ല. മുട്ടക്കറിക്ക് അത്ര എരിവ് വേണ്ടാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല. പ്രത്യേക ടേസ്റ്റും കിട്ടും. പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ ഭയങ്കര എരിവായിരിക്കും. ഞാൻ അതിനോട് ഈ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. തിളപ്പിച്ച ചൂടുവെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കണം. ഈ ഗ്രേവി ഒന്ന് നല്ലതായിട്ടൊന്ന് തിളയ്ക്കണം. എന്നിട്ട് നമ്മൾ ഉപ്പ് ഉണ്ടോയെന്ന് നമ്മൾ ആകെ വെച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അത് കറക്റ്റായിട്ട് ഉപ്പുണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നമുക്ക് എത്രയും ഗ്രേവി വേണം അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കണം. അത് കുറച്ച് ഉപ്പുണ്ട്. നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ചില ഇതിനകത്ത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കും. ഇവിടെ തേങ്ങാപ്പാൽ വേണ്ടാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇതിനകത്ത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ എല്ലാവർക്കും ഒന്നും തേങ്ങാപ്പാൽ ചിലപ്പോൾ ഇഷ്ടമാവുന്നവരുണ്ട്, ഇഷ്ടമാവാത്തവരുണ്ട്. ഇത് തേങ്ങാപ്പാൽ ചേർത്ത് നല്ലതാണ്, പൊതുവെ നല്ലതാണ്. പക്ഷേ ഇവിടുത്തെ കുറച്ച് താല്പര്യം ഇല്ല. അവർക്ക് തേങ്ങാപ്പാൽ വേണ്ട, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ എനിക്കിഷ്ടമാണ്. നമുക്ക് ഇതൊന്ന് അടച്ച് അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് 4 പേർക്ക് ഉണ്ടാക്കുന്ന കറിയുടെ അല്പം ഒന്ന് തിളയ്ക്കണം. തിളച്ചിട്ട് വേണം, നന്നായിട്ടൊന്ന് ഗ്രേവി തിളച്ചിട്ട് വേണം നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാൻ. നമുക്കൊന്ന് അടച്ച് വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പക്ഷെ കറി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഗ്രേവി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ മുട്ട ഞാൻ വരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ കത്തിയിട്ട് അരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2-3 വരിയുന്നത് ഈ മസാലകളൊക്കെ അതിനകത്തോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വരിയുന്നത്. ഇതെല്ലാം ഞാൻ വരിഞ്ഞ് വെച്ചിട്ടേക്ക് വന്ന് എന്നിട്ട് അതിനകത്തോട്ട് വെച്ച് ഈ മസാലകൾ ഇങ്ങനെ വരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കത്തി വെച്ച് വരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അന്നേരം ഈ മസാലകളെല്ലാം അതിനകത്തോട്ടൊന്ന് പിടിക്കും. എന്നിട്ട് ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. അതിനകത്തോട്ട് അന്നേരം ഈ മസാലകളൊക്കെ ഒന്ന് പിടിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഉപ്പെല്ലാം പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ദോശ, അപ്പം, വെള്ളയപ്പം, പാലപ്പം, എല്ലാം പൊറോട്ട, ഇതിൻ്റെ കൂടെ എല്ലാം നമുക്ക് ഈ മുട്ടക്കറി നമുക്ക് ഉപയോഗിക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടായിട്ട് ഉപയോഗിക്കാം. അത് പ്രത്യേക ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ആയാലും ഇത് മുട്ടക്കറി നല്ലതാണ് ഉപയോഗിക്കാൻ. ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.